ഹായ്, എൻ്റെ ടെറസ് പ്ലാന്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുസമ്പിയെ പരിചയപ്പെടുത്താനാണ്. അതായത് ഇത് മൾട്ട മുസമ്പി, വിയറ്റ്നാം മൾട്ട മുസമ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഓൾറെഡി മുസമ്പി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ബക്കറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ 3 ഹോളിടാം. അതായത് നമ്മൾ ഈ സ്റ്റീലിന്റെ കത്തി മെഴുകുതിരി കത്തിച്ച് നോക്കുക. വിളക്കാൻ മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ത്രികോണാകൃതിയിൽ 3 കുത്തു കുത്തി കഴിഞ്ഞാൽ ഇതുമാതിരി ഹോളായി കിട്ടുന്നതാണ്. ഇത് നല്ലൊരു ലാസ്റ്റിങ് കൂടുതൽ കിട്ടുന്ന ഒരു ബക്കറ്റാണിത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു ഓറഞ്ച് വെച്ചിരിക്കുന്ന ഒരു പോട്ട് ചെയ്തതായി തന്നെ 6-7 കൊല്ലമായിട്ടും ഇപ്പോഴൊരു കംപ്ലൈന്റും ഇല്ലാതെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഹോളിട്ടതിന് ശേഷം ഇതേപോലെ ഹോളിടാം. അതിനുശേഷം കല്ല് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ആ ഹോളിന്റെ ഭാഗത്ത് കല്ല്, ഇതുപോലെയുള്ള കല്ല്, എന്തെങ്കിലും വേസ്റ്റ് കല്ലൊക്കെ മതി ഇട്ട് കൊടുക്കുക ആ ഹോളിന്റെ ഭാഗത്ത്. അതിനുശേഷം വേണം മണ്ണ്, അതിന്റെ പുറത്ത് മണ്ണ് ഇട്ട് കൊടുക്കണം നിർബന്ധമായിട്ട്. കാരണം ഉറുമ്പ് കല്ലിൽ പെട്ടെന്ന് കയറും. ആദ്യം തന്നെ നമ്മൾ അടിയിൽ കരിയില അങ്ങനെയുള്ളതൊന്നും ഇടരുത്. കുറച്ച് മണ്ണിട്ട് ശേഷം, മണ്ണെന്ന് പറഞ്ഞാൽ വെറുതെ വളം ചേർക്കാത്ത മണ്ണിട്ട് മതി. അതിനുശേഷം നിങ്ങൾ ഇതുവരെ ഉള്ള തൊണ്ടുകൾ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന തൊണ്ടുകളാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ലിട്ടതിന് ശേഷം തൊണ്ടിടുക. കല്ലിട്ടതിന് ശേഷം നമ്മൾ മണ്ണിടണം. കുറച്ച് മണ്ണിട്ടതിന് ശേഷം വേണം തൊണ്ടും ഇതൊക്കെ ഇട്ട്, അത് ഈർപ്പം നിലനിൽക്കാൻ നല്ലതാണ് തൊണ്ടൊക്കെ ഇടുന്നത്. എന്നിട്ട് കരിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കരിയില വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. അല്ലാതെ വെറുതെ ഉണങ്ങിയ കരിയില ആണെങ്കിൽ നല്ല കരിയിലായിരിക്കും, അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനൊരു ചാക്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കരിയിലയൊക്കെ. അപ്പോൾ ഇതുമാതിരി ചെടികളൊക്കെ നടാൻ നേരത്ത് കരിയില എപ്പോഴും നല്ലതാണ്. മണ്ണ് സോഫ്റ്റായി കിട്ടാനും വേരോട്ടത്തിനൊക്കെ കരിയില നല്ലതാണ്. നല്ലൊരു വളവും കൂടിയാണ്. അതിനുശേഷം വേണം മണ്ണ് നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിടാവുള്ളൂ. മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കവറിൽ നിന്ന് അഴിച്ച് കവറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അഴിക്കാം. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കവറ് നമ്മൾ ഇതിൽ നിന്ന് കവർ ഊരണ ഇത് കാണിച്ചിട്ടുണ്ട്. കവർ ഊരിയതിനു ശേഷം നമുക്ക് ഈ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ മുസമ്പിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് 600 ഗ്രാം വരെ തൂക്കം വെക്കുമെന്ന് പറയണം ഒരെണ്ണത്തിന്. അതായത് പഴുക്കുന്നതിന് പച്ചനെ നമുക്ക് കഴിച്ചാലും മധുരം ഉണ്ടാവുമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വിയറ്റ്നാം മൾട്ട മുസമ്പി എന്ന് തന്നെ പറയണം. അപ്പോൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു മുസമ്പിയാണിത്. ഓൾ സീസൺ ആണ്, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.